ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സി ആൻഡ് svlog. ഇന്ന് നമുക്ക് ഈ ഒരു തെർമോക്കോൾ പീസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. എന്തോ വാങ്ങിയപ്പോൾ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള പീസായിരുന്നു കേട്ടോ. അതിൽ നിന്ന് കുറച്ചൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു രീതിയിലാണ് കിട്ടിയേക്കണേ. അപ്പോൾ അതിൽ നിന്നായിട്ടൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കണേ. ഇനിയിപ്പോൾ അതിന് മുകളിലേക്കായിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും ഫെവിക്കോളും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ എടുക്കാം. ഞാനിപ്പോൾ പല കളേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരേ കളറിന് യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഞാൻ ബ്രഷ് വെച്ചിട്ടായിരുന്നു പെയിൻറ്റ് ചെയ്ത്, പിന്നെ നമ്മുടെ സ്പോഞ്ച് വെച്ചൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെയ്തേ. അപ്പോൾ സ്പോഞ്ച് വെച്ചാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും, പിന്നെ കാണാനായിട്ട് കുറച്ചുകൂടി നീറ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ തെർമോക്കോൾ പീസിനെ പെയിൻറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ക്ലേ ആണ് കേട്ടോ വേണ്ടത്. ഇതുപോലെ കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അത് വെച്ചിട്ട് ഒരു കുഞ്ഞൻ ഫ്ലവറാണ് കേട്ടോ ചെയ്തെടുക്കാൻ പോണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചെറിയ പീസാക്കി എടുക്കുക. പിന്നെ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് നമ്മൾ 5 പെറ്റൽസ് ആണ് കേട്ടോ എടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ 5 പീസ് എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ പീസ് കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ അതിൻ്റെ പെറ്റൽസ് കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. പിന്നെ ആ പെറ്റൽസിൻ്റെ സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവർ കാണാനായിട്ട് കുറച്ചുകൂടി ഒന്ന് ഭംഗിയായിട്ടുണ്ടാവും. അതുപോലെ ഒരു ചെറിയ പീസ് ക്ലേ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പേനയുടെ റീഫിലുണ്ടല്ലോ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, ഫ്ലവർ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആദ്യം നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തെർമോക്കോൾ പീസ് ഉണ്ടല്ലോ അതുമേലേക്കായിട്ട് ഈ ഒരു ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളെടുത്തതിൽ കുറച്ചുകൂടി ക്ലേ ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ നിന്നായിട്ട് ഇതുപോലെ കുറച്ച് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് എടുക്കുക. എന്നിട്ടൊന്ന് ചെറുതായിട്ട് ഉരുട്ടിയിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിലാക്കിയിട്ട് അതിൻ്റെ സൈഡിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഫ്ലവർ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതുപോലെ ലീഫിൻ്റെ ഷേപ്പിലൊക്കെ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ക്ലേ ഉണങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത്. ഇനി ഞാനൊരു വൈറ്റ് പേപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ. അതിലായിട്ട് ഒരു 4 സെൻറ്റിമീറ്റർ എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് നമുക്ക് വെൽക്കം എന്നൊന്ന് എഴുതിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറക്റ്റായിട്ട് നല്ല വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതുപോലെ ഒന്ന് എഴുതിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റിക്കറൊക്കെ കട്ട് ചെയ്യില്ലേ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു തെർമോക്കോൾ പീസിലേക്കായിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
നമ്മുടെ ക്ലേ ഒക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ പെറ്റൽസിന് ഞാൻ ഈ ഒരു കളറാണ് കൊടുക്കണേ. നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ലെമൺ യെല്ലോ കളർ കൊടുക്കുന്നുണ്ട്. സൈഡിലായിട്ട് നമ്മൾ ഗ്രീൻ കളർ ആക്രിലിക് പെയിൻറ്റ് കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെയിൻറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെൽക്കം ബോർഡാണ് കേട്ടോ. പിന്നെ ഒന്നുകിൽ നമുക്ക് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ത്രെഡ് വെച്ചിട്ട് ഹാങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചിട്ടൊന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.